നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഡെയിലി ന്യൂസിന് ഇന്ന് 2 കഥകളാണ് പങ്കുവയ്ക്കാനുള്ളത്. ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന ഈ കഥകളിൽ പശ്ചാത്തലമേകുന്നത് വേദനകളാണെങ്കിലും മനസ്സുകൊണ്ട് അതിനെ മറികടക്കുന്ന സന്തോഷത്തിന്റെ സ്പർശമുണ്ട്. നമുക്കത് ഉയർത്തിപ്പിടിക്കാം. സക്കീനയുടെ സ്വപ്നത്തിന് ടൈൽ പാകി ആൽഫ. തൃശൂർ മതിലകം കൂളിമുട്ടം സ്വദേശിനി പരേതനായ മുല്ലശ്ശേരി മുഹമ്മദിന്റെ ഭാര്യ സക്കീനയുടെ വീടിന് ടൈൽ പണിതു നൽകിയ ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വന്തമായി ഒരു വീടെന്ന സക്കീനയുടെ സ്വപ്നത്തിന്റെ കൂടെ ചേരുകയായിരുന്നു. ചെറിയ പണികളൊക്കെ ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന മുഹമ്മദ് കടുത്ത വൃക്കരോഗം ബാധിക്കുകയും ഡയാലിസിസിന് വിധേയനാകുന്നതിനിടെ 2021 മരണപ്പെടുകയുമായിരുന്നു. മുഹമ്മദിന്റെ ദയനീയാവസ്ഥ പരിഗണിച്ച് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് പെൻഷൻ അനുവദിച്ചിരുന്നു. 2 പെൺമക്കൾ ഉണ്ടെങ്കിലും തന്നെ സഹായിക്കാനുള്ള അവസ്ഥയിലല്ല അവരെന്ന് 58-കാരിയായ സക്കീന സാക്ഷ്യപ്പെടുത്തുന്നു. ഭർത്താവ് മുഹമ്മദിന്റെ മരണത്തോടെ ഒറ്റയ്ക്കായി പോയ സക്കീനയ്ക്ക് മതിലകം പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽപ്പെടുത്തിയാണ് ചെറിയ വീട് പണിതു നൽകിയത്. എന്നാൽ വീടിന്റെ പണി പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടിലായി പോയ സക്കീന ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക യോഗത്തിൽ തന്റെ ബുദ്ധിമുട്ടുകൾ പങ്കുവച്ചതിനെ തുടർന്ന് വീടിന്റെ ടൈൽ പണിതു കൊടുക്കാൻ ആൽഫ തയ്യാറായത്. തന്റെ സ്വപ്ന ഭവനം പൂർത്തിയാക്കുമ്പോൾ ഒപ്പം മുഹമ്മദ് ഇല്ലല്ലോ എന്ന ദുഃഖം സക്കീനയെ പൊതിയുന്നുണ്ടെങ്കിലും അതിലേറെ ആശ്വാസമാവുകയാണ് സക്കീനയ്ക്ക് ഈ വീട്. സ്ട്രോക്കിന് ശരീരത്തെ മാത്രമേ തളർത്താനാകൂ, മനസ്സിനെ തളർത്താനാകില്ല എന്നതിന് സാക്ഷ്യം വഹിച്ചതിന്റെ സന്തോഷത്തിലാണ് ആൽഫ ഏറ്റുമാനൂർ സെന്റർ. അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയ സെന്ററിന്റെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ പരിചരണത്തിലുള്ള രാജേഷും നവാസുമാണ് ഈ സന്തോഷങ്ങൾക്കെല്ലാം കാരണക്കാർ. തങ്ങൾക്ക് വ്യായാമത്തിനായി ആവശ്യമുള്ള സ്റ്റാറ്റിക് സൈക്കിളിന്റെ പെഡൽ ഒടിഞ്ഞതിനെ തുടർന്ന് തളരാത്ത മനസ്സുള്ള ഇവർ പണി തുടങ്ങിയത്. ഫിസിയോതെറാപ്പിസ്റ്റ് അനു ഗിരീഷിന്റെയും പ്രസിഡന്റ് മാത്യു വലിയകുളത്തിന്റെയും സമ്മതത്തോടെ ഇരുവരും സൈക്കിൾ നന്നാക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും സ്വന്തം കൈകളാൽ അത് നിർവഹിക്കുകയുമായിരുന്നു. ഇരുവരും ചേർന്ന് മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോയി വെൽഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് സെന്ററിലെത്തിച്ച് മറ്റ് അറ്റകുറ്റപ്പണികൾ തീർത്ത് പ്രവർത്തനയോഗ്യമാക്കുകയുമായിരുന്നു. കുറച്ചുനാളുകളായി ആൽഫ ഏറ്റുമാനൂർ സെന്ററിന്റെ ഫിസിയോതെറാപ്പി പരിചരണത്തിലുള്ള ഇരുവരും ശാരീരിക ബുദ്ധിമുട്ടുകളെ കീഴടക്കാനുള്ള പരിശ്രമത്തിലാണ്. ആൽഫയിൽ എത്തിയപ്പോഴാണ് തങ്ങൾക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം ഉണ്ടായതെന്ന് ഇരുവരും പറയുന്നു. സൈക്കിൾ നന്നാക്കിയെടുക്കാൻ കഴിഞ്ഞത് ആ ആത്മവിശ്വാസം ഉറപ്പിക്കുന്നതായെന്ന് ഇരുവരും പറഞ്ഞു. ഒരാഴ്ച മുമ്പ് കുട്ടനാട് സെന്ററിലും സമാനമായ കഥയുണ്ടായിരുന്നു. ഈ വിജയകഥ ആൽഫയുടെ ഓരോ സെന്ററിലും തുടരട്ടെയെന്ന് ഡെയിലി ന്യൂസ് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.